ഹലോ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നമ്മളും വലിയ കുഴപ്പമില്ലാതെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ നല്ല മഴയാണ്. ഇന്നലെ വൈകിട്ട് തൊട്ടേ, അതായത് ബുധനാഴ്ച വൈകിട്ട് തൊട്ടേ മഴ ചെറിയ രീതിയിൽ പെയ്തു തുടങ്ങിയായിരുന്നു. ഇപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. ഒരുപാട് കൂടുതലായിട്ടില്ല, ചെറിയ മഴയുണ്ട്. 3-4 ദിവസം എനിക്ക് തോന്നുന്നു മഴയാണെന്ന്, കാരണം ന്യൂസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ മഴയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ മിന്നൂസിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് പേഴ്സണലായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ കുറേ ആൾക്കാർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, മിന്നൂസിന് നല്ല സുഖമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് കാരണം എല്ലാവരും ചോദിക്കാൻ. അപ്പോൾ അതുകൂടി ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വെച്ചു ഇന്നത്തെ വീഡിയോയിൽ. മിന്നൂസിന് ഏകദേശം കുറവുണ്ട് കേട്ടോ. അപ്പോൾ 3-4 ദിവസമായി സ്കൂളിലൊക്കെ പോയിട്ട്, ഇന്ന് ഈ വ്യാഴാഴ്ചയല്ലേ, അപ്പോൾ തിങ്കളാഴ്ച തൊട്ട് സ്കൂളിൽ പോകുന്നില്ല. ഈ ഒരാഴ്ച വിടണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇനി മൺഡേ തൊട്ടാണ് മിന്നൂസ് പോകുന്നത്. അപ്പോൾ കയ്യിലും കാലിലും ഒക്കെ വന്നതൊക്കെ ഇതാ എല്ലാം ചൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വലിയതായിട്ട് കൂടിയിട്ടില്ലായിരുന്നു. ഈ കാലിൽ അതേപോലെ തന്നെ കയ്യിലും ഒക്കെ ആയിരുന്നു കൂടുതലായിട്ട് വന്നത്. എല്ലാം ചൊട്ടി തുടങ്ങിയിട്ടുണ്ട്. മിന്നൂസേ, എങ്ങനെയുണ്ട് ഇപ്പം? കുറവുണ്ടോ? മിന്നൂസിന് ഏറ്റവും കൂടുതലാണെങ്കിൽ ബുദ്ധിമുട്ട് വന്നത് വായിലായിരുന്നു. വായിക്കകത്തും നല്ലതായിട്ട് ഞൊണൽ വന്നിട്ടേ, ചെറിയ ഞൊണലുകൾ വന്നിട്ട് നാക്കിൻ്റെ സൈഡെല്ലാം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ കുഞ്ഞിന് ഉമിനീര് പോലും ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ആദ്യമായിട്ടാണ് മിന്നൂസിന് അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. കണ്ടു നിൽക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ കുഞ്ഞു പിള്ളേരുടെ വിഷമങ്ങൾ കണ്ടു നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭക്ഷണവും കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. പിന്നെ മിന്നൂസിന് ഒരാഴ്ച ഞങ്ങൾ ഈ ഒരാഴ്ചയായിട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്നതെല്ലാം ലിക്വിഡായിട്ടാണ്. ചോറാണേലും അതേപോലെ തന്നെ കഞ്ഞി എല്ലാം നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് അതിൽ കഞ്ഞിവെള്ളമൊക്കെ ചേർത്ത് അങ്ങനെ ഏറ്റവും ലൂസാക്കി കൊടുക്കുകയാണ്. കാരണം അത് ഒട്ടും വായിൽ നിന്ന് ഇറക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ വീണ്ടും നമ്മൾ രണ്ടാമത് ഹോസ്പിറ്റലിൽ വീണ്ടും കൊണ്ടുപോയി നാവിൻ്റെ പൊട്ടിയ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ വേറെ ജെല്ലൊക്കെ തന്നു നാക്കിലൊക്കെ തൂക്കാൻ. അങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് സത്യത്തിൽ ഇപ്പോൾ കുറവായത്. കഴിക്കുന്ന കാര്യവും കുടിക്കുന്ന കാര്യവും ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ ഇത്രയും ഒരു ബുദ്ധിമുട്ട് മിന്നൂസിന് വന്നതായിട്ട് ഇതുവരെയായിട്ടും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആകെപ്പാടെ വലിയൊരു ബുദ്ധിമുട്ടായി. എന്നാലും നമ്മൾ എല്ലാം ലിക്വിഡായിട്ട് കൊടുക്കുന്ന കാരണം ഫ്രൂട്ട്സ് ഐറ്റംസ് ധാരാളം കൊടുക്കാനാണ് പറഞ്ഞത്. കാരണം അതിലൊക്കെ ധാരാളം വെള്ളം ഉടങ്ങിയിട്ടുള്ളതല്ലേ. അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസാക്കി അങ്ങനെയൊക്കെ ആയിരുന്നു മിന്നൂസ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ വേദനയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ തിങ്കളാഴ്ച തൊട്ട് സ്കൂളിൽ പോകണം അല്ലേ മിന്നൂസേ? ടേം 2 നാളെ തുടങ്ങുക, ഫ്രൈഡേയിലല്ലേ? അപ്പോൾ ടീച്ചറിനെ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞു. ടീച്ചർ പറഞ്ഞു കുഴപ്പമില്ല, ആളും മിടുക്കിയായതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ കവർ ചെയ്തെടുത്തോളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പം വായിലെ വേദനയൊക്കെ മാറിയോ കുഞ്ഞിൻ്റെ? ഇച്ചിരി ഉണ്ടല്ലേ, അത് ഇന്നുകൊണ്ട് മാറുമേ. പിന്നെ മിന്നൂസിന് വേറെ ഒരു സർപ്രൈസ് കിട്ടിയല്ലോ ഇന്നലെ വൈകിട്ട്. എന്തുവായിരുന്നു? വല്യപ്പ വന്നിട്ടുണ്ടല്ലേ? മിന്നൂസിൻ്റെ വല്യപ്പ എത്തിയിട്ടുണ്ട് ദുബായിന്ന്. അതായത് നമ്മുടെ പൊന്നു ചേച്ചിയുടെ പപ്പ അല്ലേ? പൊന്നു ചേച്ചിയുടെയും അപ്പുചാച്ചൻ്റെയും പപ്പ. അപ്പോൾ എല്ലാവരോടും ഒന്ന് പറഞ്ഞേ, സുഖമായിട്ടിരിക്കുക കുഞ്ഞ്, കുഴപ്പമില്ലാന്ന്. എനിക്ക് സുഖമുണ്ട്. പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ജമന്തി എല്ലാം നന്നായിട്ട് മൊട്ട് പിടിച്ച് നിൽക്കുന്നത്. അത് മഞ്ഞ പൂവാണ് കേട്ടോ, മഞ്ഞയാണ് എല്ലാം. വെള്ള ഇതിൻ്റെ അകത്ത് ഇപ്പം വന്നിട്ടില്ല. അത് വിരിഞ്ഞ് വരാനായിട്ട്, പൂ വിരിഞ്ഞ് വരാൻ നല്ല സമയമെടുക്കും ഈ ജമന്തി. മൊട്ട് വന്നിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? ഞാൻ നേരത്തെ ഇട്ട വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും, മൊട്ടൊക്കെ വന്ന് നിൽക്കുന്നത്. പക്ഷെ പൂ വിരിഞ്ഞ് കിട്ടാനായിട്ട് കുറേ സമയം എടുക്കും. അതുപോലെ തന്നെ പൂവ് വാടിപ്പോകത്തുമില്ല അത്ര പെട്ടെന്ന്. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.